ഇവിടെ എല്ലാവർക്കും സോയ ചങ്ക്സിൻ്റെ റെസിപ്പീസ് ഇഷ്ടമാണ്. അതുകൊണ്ട് നല്ല തട്ടിക്കൂട്ടിയിട്ടൊരു സോയ ചങ്ക്സിൻ്റെ ഗ്രേവിയും ചപ്പാത്തിയാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് പെരിഞ്ചീരം കൂടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി സോട്ട് ചെയ്തിട്ട് പച്ചമണം എല്ലാം മാറി വരുമ്പോൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ ക്യൂബ് ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഇതിൽ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും സോയ ചങ്ക്സ് ചുടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൽ നിന്ന് വെള്ളമെല്ലാം പിഴിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ചെറുതായി ഒന്ന് കുറുകി ഗ്രേവിൻ്റെ പരുവത്തിലാവുമ്പോൾ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് സൈഡിലായിട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചപ്പാത്തി സൈഡിലായിട്ട് തന്നെ ചുട്ടെടുത്തു. കുട്ടികൾക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടാക്കി. ഞങ്ങൾക്ക് എണ്ണയൊന്നും ഇല്ലാതെ റൊട്ടി പോലെയാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു മിനി വ്ളോഗുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും. ഒരു തട്ടിക്കൂട്ട് റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.